മലയാള ചലച്ചിത്ര ലോകത്തെ സംബന്ധിച്ച് പകരക്കാരില്ലാത്ത ഒരു നടനാണ് ഇന്നസെന്റ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ ഏറ്റവും അധികം തളർന്നുപോയത് ഭാര്യ ആലീസ് തന്നെയാണ്. ഇരിങ്ങാലക്കുടയിലെ പാർപ്പിടം എന്ന ആ വലിയ വീട് രസച്ചിരികളാൽ സമൃദ്ധമാക്കിയ ഇന്നസെന്റ് പടിയിറങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകളെല്ലാം ഇന്നും അതുപോലെ നിലനിർത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും മരുമകളും പേരക്കുട്ടികളും തന്നെയാണ്. ഇന്നും അദ്ദേഹത്തെ ജീവനോളം സ്നേഹിക്കുന്ന അവർ നാളിതുവരെ അദ്ദേഹത്തിന്റെ കല്ലറയിലേക്കുള്ള യാത്രയോ പ്രാർത്ഥനകളോ മുടക്കിയിട്ടില്ല. തൻ്റെ ജയപരാജയങ്ങളിലും സുഖ ദുഃഖങ്ങളിലുമെല്ലാം ഒപ്പം നിന്ന ആലീസിനെ തനിച്ചാക്കി പോവണമല്ലോ എന്നത് മാത്രമായിരുന്നു അദ്ദേഹം മരണത്തെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമായി ഉണ്ടായിരുന്നത്. അസുഖകിടക്കയിലായിരുന്നപ്പോഴെല്ലാം മാലാഖ പ്രത്യക്ഷപ്പെട്ട് എന്തു വരം വേണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചിരുന്നത് ഈ ഭൂമിയിൽ നിന്നും എന്നെ തിരികെ വിളിക്കരുതേ എന്നുള്ളത് മാത്രമായിരുന്നു. അത്രത്തോളം അദ്ദേഹം ആലീസിനൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷവും ആ ഓർമ്മകളിൽ തന്നെയാണ് ആലീസിൻ്റെ ജീവിതം. അദ്ദേഹം പോയിട്ട് 1.5 വർഷമായെങ്കിലും 1.5 യുഗമാണത് ആലീസിനും കുടുംബത്തിനും. ശൂന്യമായി കിടക്കുന്ന ആ വീട്ടിലെ ചാരുകസേരയാണ് അദ്ദേഹത്തിൻ്റെ മരണം സത്യമാണെന്ന ഓർമ്മപ്പെടുത്തൽ പ്രിയപ്പെട്ടവർക്ക് എപ്പോഴും നൽകുന്നത്. അതേസമയം ആ വീടിൻ്റെ സ്വീകരണ മുറിയിലെ രൂപക്കൂട്ടിൽ പുണ്യാളന് പകരം ഇന്നസെന്റിന്റെ ചിരിക്കുന്ന മുഖമാണുള്ളത്. ചുറ്റും മാലാഖമാരും. ഇവിടെ പ്രാർത്ഥിച്ചാണ് പാർപ്പിടത്തിൽ എല്ലാവരുടെയും ഒരു ദിവസം തുടങ്ങുന്നത്. ദിവസം അവസാനിക്കുന്നതും ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം തന്നെ. ഈ രൂപക്കൂടിന് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞ് ഇന്നസെന്റിനോട് അനുവാദം വാങ്ങിയ ശേഷമാണ് എന്തു കാര്യത്തിനും ആരും പുറപ്പെടുക. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് പള്ളിയിലെ കല്ലറയിൽ പോയി കഴുകി വൃത്തിയാക്കി പുതിയ പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കും. പിന്നെ ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ പറയും. അത് അദ്ദേഹം കേൾക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. കൊച്ചുമക്കളും പ്രാർത്ഥിച്ച് അവരുടെ വിശേഷങ്ങൾ പറയും. അവസാന 2 മിനിറ്റ് പേരക്കുട്ടി ഇന്നസെന്റിന് മാത്രം ചില സ്വകാര്യങ്ങൾ അപ്പാപ്പനോട് പറയാനുമുണ്ടാകും. അത് രഹസ്യവുമാണ്. സന്തോഷങ്ങൾ മാത്രമല്ല, വിഷമങ്ങളും ഇവർ പങ്കുവയ്ക്കും. എവിടെ ഇരുന്നാലും ഇന്നസെന്റ് സങ്കടങ്ങൾ മാറ്റിത്തരും എന്നുമാണ് ഇവരുടെ വിശ്വാസം. ഇന്നസെന്റിന്റെ മരണശേഷം പേരക്കുട്ടികൾ 2 പേരും ആലീസിനൊപ്പമാണ് ഉറങ്ങുന്നത്. അവസാന കാലത്ത് വയ്യായ്ക ഉണ്ടായിരുന്ന സമയങ്ങളിൽ അവർ അപ്പാപ്പന് കൊടുത്ത വാക്കായിരുന്നു അത്. അമ്മാമ്മയെ ഒരിക്കലും തനിച്ചാക്കില്ല എന്ന്. ഇന്നസെന്റിന്റെ വേർപാടിന് ശേഷം കുറേ നാൾ ആലീസ് കറുപ്പ് വസ്ത്രങ്ങൾ മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. മാത്രമല്ല, ഏറെ പ്രിയപ്പെട്ടവർ വരുമ്പോൾ അലമാരയിൽ നിറഞ്ഞിരുന്ന പട്ടുസാരികൾ ഓരോന്നായി സമ്മാനങ്ങൾ കൊടുക്കും. അങ്ങനെ പട്ടുസാരികൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആലീസ്. പിന്നെ കുട്ടികൾ വഴക്കു പറയുകയും കുറെ നിർബന്ധിക്കുകയും ചെയ്തപ്പോഴാണ് കുറച്ചെങ്കിലും ആ സ്വഭാവത്തിന് മാറ്റം വന്നത്. എങ്കിലും ആലീസിന്റെ മനസ്സ് ഇപ്പോഴും കറുപ്പിൽ ചേർന്ന് തന്നെ നിൽക്കുകയാണ്. എല്ലാ മാസവും 26-ാം തീയതിയുള്ള കുർബാനയും ഇതുവരെയും മുടക്കിയിട്ടില്ല. ഒരു സെപ്റ്റംബർ 26-നായിരുന്നു ആലീസിന്റെയും ഇന്നസെന്റിന്റെയും വിവാഹം നടന്നത്. ഇന്നസെന്റിന്റെ മരണം സംഭവിച്ചത് ഒരു മാർച്ച് 26-നും. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും 26-ാം തീയതി പള്ളിയിലുള്ള കുർബാന ഇതുവരെയും കുടുംബം മുടക്കിയിട്ടില്ല. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.